ഇതുവരെയും ജോലിയായിട്ടില്ല. എംപ്ലോയ്മെന്റിൽ നിന്ന് കാർഡ് ഇലക്ഷന് മുമ്പേ വന്നു. എംപ്ലോയ്മെന്റിൽ നിന്ന് അത് DC ആണ്, KSRTC DC കണ്ടക്ടർ ഡ്രൈവർ. ചാണ്ടി ഉമ്മൻ പറയുന്നതിന് മുമ്പേ ഈ പേപ്പർ വന്നായിരുന്നു. പേപ്പർ വന്നു, അത് കഴിഞ്ഞിട്ട് KSRTCയുടെ ടെസ്റ്റ് കഴിഞ്ഞു, ഇനി ഡ്രൈവിംഗ് ടെസ്റ്റും കൂടെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്, അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു അറിവ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ലഭിക്കണമെങ്കിൽ എല്ലാവരും അറിയിക്കും. നമസ്കാരം. KSRTC ബസ് ഡ്രൈവർ ആയിരുന്ന യദുവിനെ UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ KSRTCയിൽ വീണ്ടും നിയമിക്കും എന്ന് ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ യദുവിന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഒരു വാർത്ത പരക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മന് KSRTCയിൽ UDF സർക്കാർ ജോലി നൽകി എന്നുള്ളതാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് യദു തന്നെ ഇപ്പോൾ മറുനാടനോട് വിശദീകരിക്കുകയാണ്. യദുവിന് UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജോലി തരും എന്ന് പറഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചാണ്ടി ഉമ്മനടക്കം പറഞ്ഞിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് യദുവിന് ജോലി ലഭിച്ചു എന്നുള്ളതാണ് വാർത്ത. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതുവരെയും ജോലിയായിട്ടില്ല. എംപ്ലോയ്മെന്റിൽ നിന്ന് കാർഡ് ഇലക്ഷന് മുമ്പേ വന്നു. എംപ്ലോയ്മെന്റിൽ നിന്ന് അത് DC ആണ്, KSRTC DC കണ്ടക്ടർ ഡ്രൈവർ. അപ്പോൾ അതിൽ സീനിയോറിറ്റി ഡ്രൈവർ സീനിയോറിറ്റി ലിസ്റ്റിലായി പേരുള്ളതുകൊണ്ട് 2 എണ്ണമായിട്ട് വിളിച്ചു. DC ആയിട്ടും ഡ്രൈവറായിട്ടും വിളിച്ചിട്ടുണ്ട് KSRTCയിൽ. അങ്ങനെ പോയി അത് ഇലക്ഷന് മുമ്പേ, അതായത് ഈ ഉമ്മൻചാണ്ടിയുടെ മകൻ നമ്മുടെ ചാണ്ടി ഉമ്മൻ പറയുന്നതിന് മുമ്പേ ഈ പേപ്പർ വന്നായിരുന്നു. പേപ്പർ വന്നു, അത് കഴിഞ്ഞിട്ട് KSRTCയുടെ ടെസ്റ്റ് കഴിഞ്ഞു, ഇനി ഡ്രൈവിംഗ് ടെസ്റ്റും കൂടെ ഉണ്ട് 22-ാം തീയതി. അപ്പം ആ ടെസ്റ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാവുള്ളൂ കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റും കൂടെ പാസ്സാവണം, എന്നാൽ കിട്ടും. അല്ലാതെ സർക്കാരിൻ്റെ ഇതിലൊന്നും ജോലിയുടെ ഇതായിട്ട് ഞാൻ ആവശ്യപ്പെട്ടെന്നേ ഉള്ളൂ. അവർ തരാമെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ 2-3 ദിവസം ആയതേ ഉള്ളൂ. കയറിയിട്ട് തന്നെ ഇപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് 2 ദിവസം എന്തോ ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതുവരെയ്ക്കും അത് ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ഓരോ ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ജോലി കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതുവരെയ്ക്കും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇത് സീനിയോറിറ്റി, അതായത് നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ പുതുക്കുമ്പോഴത്തേക്ക് സീനിയോറിറ്റി വരുമല്ലോ. അപ്പോൾ ആ സീനിയോറിറ്റിയുടെ ഇതിലാണ്, എംപ്ലോയ്മെൻറ്റിൻ്റെ ഇതിലാണ് വന്നേക്കുന്നത്. അല്ലാതെ ഇവരെ ഇതല്ല വന്നത്. ഇവരെ ഇതെന്ന് വെച്ചാൽ അവർ എന്നെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ജോലി ഉണ്ടെങ്കിൽ ഞാൻ അറിയണ്ടേ. ഇതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്, അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു അറിവ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ലഭിക്കണമെങ്കിൽ എല്ലാവരും അറിയിക്കും. ഇത്തരത്തിൽ വാർത്ത പടച്ചു വിടുന്നവരോട് എന്താണ് യദുവിന് പറയാനുള്ളത്? വാർത്ത പടച്ചു വിടുന്നവരുടെ ഉദ്ദേശം നല്ല ഉദ്ദേശം അല്ലാത്തതുകൊണ്ടാണ് ഈ പടച്ചു വിടുന്നത്. അത് ചിലപ്പോൾ അവരെ എതിരായിട്ട് നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ എനിക്കെതിരായിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ പല ആൾക്കാരും കാണുമായിരിക്കും. പിന്നെ അതിലൊന്നും കാര്യമില്ല. ഞാൻ അന്ന് പറഞ്ഞല്ല, പഴയ മേയറുടെ കേസിലും പറഞ്ഞിട്ടുണ്ട് ദൈവം ഉണ്ടെന്ന്. അത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്. ഈ ചെയ്യുന്നവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഇതാവണമെങ്കിലേ, ഇപ്പം നമ്മൾ സാധാരണപ്പെട്ട ഒരു മനുഷ്യനും അതിൽ പ്രതികരിക്കൂല എന്ന് കണ്ടിട്ടുമായിരിക്കും ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത്. ഇപ്പം മന്ത്രിമാരെ അല്ലെങ്കിൽ നമ്മുടെ സഖാവിനെയൊക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും, പ്രതികരിക്കൂല. അപ്പോൾ ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കൂട്ടാമെന്നുള്ള ഇതിൽ ഉദ്ദേശത്തിലായിരിക്കും. ചുമ്മാ ഇങ്ങനെ പറയുമ്പോൾ കുറേ ആൾക്കാർ കാണുമ്പോൾ റീച്ച് കിട്ടും, പൈസ കിട്ടും. ഇപ്പം നമ്മളായാലും ജോലിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പോഴും ജോലിയില്ലാതെയാണ് നിൽക്കുന്നത്. വല്ലപ്പോഴും ഒരിക്കൽ പ്രൈവറ്റ് ബസ്സിൽ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്, ലീവ് മാത്രം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് പഴയ സർക്കാർ നിലവിലുണ്ടായിരുന്ന സമയത്ത് എന്നെ ബാധിച്ച കേസാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴും കുഞ്ഞിന് സ്കൂളിൽ ചേർക്കാൻ പഴയ പോലെ തന്നെ എല്ലാ വർഷം സ്കൂളിൽ ചേർക്കുമ്പോഴും ജോലി നഷ്ടമാവണയാണ് ഇവർ കാരണം. പഴയ സർക്കാർ കാരണം, പഴയ മേയർ കാരണം, പഴയ മേയറുടെ ഭർത്താവ് കാരണം, അത് കഴിഞ്ഞ് ഗണേഷ് കുമാർ അവസാനം പറഞ്ഞ് ഏതോ 6 മണിക്കൂർ സംസാരിച്ചു. അതിനൊക്കെ ദൈവം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ വിശ്വസിക്കുന്നതല്ല, ഞാൻ അവർക്ക് കൊടുക്കണമെന്നല്ല പറയുന്നത്. വിശ്വസിക്കുന്നവർ, നമ്മളിവിടെ ക്ഷേത്രമുണ്ട് അടുത്ത്, ശിവൻ കോവിൽ, അവിടെ ഞാൻ ഡെയിലി പോകും. UDFന്റെ വൻ വിജയത്തിന് ശേഷം ഏതെങ്കിലും നേതാക്കൾ വിളിച്ചിരുന്നോ യദുവിനെ? UDFന്റെ നേതാക്കളാരും, മറ്റേ ഒരു പയ്യനുണ്ടല്ലോ സൂരജ് എന്ന് പറയുന്ന പയ്യനെ ഇലക്ഷന് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു.
ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ആവശ്യത്തിനധികം നമ്മുടെ അവസ്ഥകൾ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇവർ ജയിച്ചുകൊണ്ടല്ല, അല്ലാതെ തന്നെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, മീഡിയാസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അപ്പോൾ വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ MLA ആയതിനു ശേഷം ഞാൻ ഈ പയ്യനെ നേരിട്ട് വിളിച്ചു. MLA ആയതിനു ശേഷം MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇന്ദിരാഭവൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു. അത് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു, ചാനലിലൊക്കെ കാണിച്ചു. അപ്പോൾ അവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും ഞാൻ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോഴത്തേക്ക് വേറെ തിരുവനന്തപുരത്ത് എന്തോ OJ ജനേഷ് ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ല. അതല്ല ഞാൻ പറഞ്ഞ സൂരജ് നമ്മുടെ ഈ പാലുശ്ശേരി. അപ്പോൾ ഒരു സെക്കൻഡ് കൊടുത്ത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനെയും കാണാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷേ കണ്ടത് വേറെ ബിജു എണ്ണ അങ്ങനെ കുറച്ച് ആൾക്കാരെയാണ് കണ്ടത്. നമ്മളെ കാട്ടാക്കട ബിജു എന്നാ പേര്, എന്തോ ബിജു, ആ ചേട്ടനെ കണ്ടു. പിന്നെ കുറച്ച് ആൾക്കാരെ കണ്ടു. അവരൊക്കെ നല്ല സഹകരണ സ്നേഹമൊക്കെ ആയിരുന്നു. നമ്മളൊന്ന് ഭരണത്തിൽ വരട്ടെ, ശരിയാക്കാമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ ഒന്നും ആയിട്ടില്ല. എല്ലാവരും പറയുന്നത് ആയി എന്ന് പറയുന്നതല്ല. നേരിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാതെ പല ആൾക്കാരെ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി, ഇങ്ങനെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന്. അപ്പോൾ ഞാൻ ഇതുവരെയ്ക്കും എനിക്കിങ്ങനെ അങ്ങനെ ആയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള പേപ്പറൊന്നുമില്ല, അംഗീകൃതമായിട്ടുള്ള പേപ്പറൊന്നും വന്നിട്ടില്ല. എനിക്ക് ആകെ വന്ന എംപ്ലോയ്മെൻറ്റ് ഇന്ന് അത് ഇലക്ഷന് മുന്നേടിയെ വന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തായാലും യദു നമ്മളോട് വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്ത പൂർണ്ണമായും വ്യാജമാണ് എന്നുള്ളതാണ്. UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം തന്നെ ജോലിയിൽ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേതാവോ ഒരു മന്ത്രിയോ വിളിച്ചിട്ടില്ല എന്നാണ് യദു നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.